അപ്പോൾ അടുത്തത് ചെറിയൊരു ബഡ്ജറ്റിലുള്ള വേറെ വാഹനം കൂടെ അല്ലേ? അതെ അതെ. നമുക്കൊരു 30,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. 2013 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടിയാണ്. ഇതേറാ ബേസ് മോഡൽ വരുന്ന വണ്ടിയാണ്. ഇത് ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ്? ഇത് 1,65,000 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ഗ്ലാസ്സിന് ചെറിയൊരു കടിച്ചിലുണ്ട്. അത് നമ്മള് ഇതൊരു ചെറിയൊരു ക്രാക്ക് ഉണ്ടാവും. ഇത് ഇവിടെ കൊടുന്നിട്ട് വെയിൽ തട്ടിയിട്ട് ആയതാണ്. ഇതിലിടക്ക് ഭയങ്കര ചൂടായില്ലേ, അതിലായതാണ്. ഗ്ലാസ് താഴ്ത്തിട്ട് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ചെറിയ ക്രാക്ക്, ഒറിജിനൽ ഗ്ലാസ് ആവുകൊണ്ട് മാറ്റാതെ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ പറയാം, നമ്മൾ നല്ല വെയിലില്ല, അതേമാതിരി തന്നെ നമ്മൾ ഈ വെള്ളം നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടണം. അതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ടോ? അത് ഹെവി ചൂടിൽ നിർത്തുമ്പോൾ ഗ്ലാസ് ശകലം താഴ്ത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഹെവി ഹ്യൂമിഡിറ്റി വന്നിട്ടേ അതാണ് പ്രശ്നം. അങ്ങനെ വന്നതാണ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇല്ലല്ലോ, കൊണ്ടുവരുമ്പോൾ ഒറിജിനൽ ഗ്ലാസ് ആണ്. മാറ്റി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അത് പ്രശ്നം. ചെറിയ വലുതൊരു വണ്ടിയും പാടുണ്ട്, നിങ്ങൾ ഒരു അൾട്ടോ കൂടി കാട്ടി കൊടുക്കാം നമുക്ക്. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. ഇത് 2011 മോഡലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യും. ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-70% ടയറുണ്ട്. ഇത് 1,400 രൂപ കൊടുക്കുക. 2011 മോഡൽ LXi AC പവർ സ്റ്റാറിംഗ് വരുന്നുണ്ട്. 1,25,000 രൂപ കൊടുക്കാം. മഴക്കാലൊക്കെ അല്ലേ വരുന്നത്, AC ഒക്കെ ഇട്ട് പോട്ടെ. പിന്നെ ഇത് നമുക്ക് വൃത്തിയായി കൊടുക്കാം. ഇത് സർവീസ് ചെയ്താൽ തന്നെ നല്ല വൃത്തിയിലുണ്ട്. ഇന്നോവകൾ ഒരുപാടുണ്ട്, പരിചയപ്പെടുത്തി. അതുപോലെ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്നോവ ക്രിസ്റ്റ 2 ഉണ്ട് അല്ലേ? 17 മോഡൽ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. ഇത് 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ റെയർ ആയിട്ട് കിട്ടുന്ന സംഭവം. 2 ക്രിസ്റ്റയും നമ്മളെ സിംഗിൾ ഓണറാണുള്ളത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ വണ്ടിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. അതെ അതെ. ഇതിന്റെ ഡിക്കി ഗ്ലാസ് എന്തോ റീപ്ലേസ് ഉണ്ട്, അല്ല മേജർ റീപ്ലേസുകളൊന്നുമില്ല. ഷോറൂമിൽ ഹിസ്റ്ററിയിൽ ഉള്ളത് തന്നെയാണ്. ഇത് റേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് 13.5 ലക്ഷം രൂപ നമ്മൾ ആസ്കിനെ നമ്പർ ആക്കിയിട്ടാണ്. 13.5 ലക്ഷം രൂപയ്ക്ക് കേരള കൊടുക്കാൻ കഴിയും. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതെല്ലാം ഭാഗം കൊണ്ട് പക്കയാണ്. 2016 മോഡൽ. ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ ഉണ്ട്. ഇതും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് 2 ലക്ഷം കിലോമീറ്റർ അടുത്തെങ്ങാണ്ട് ഓടിയിട്ടുണ്ട്. 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ്. ഇത് നമുക്ക് 12.5 രൂപയ്ക്ക് നമ്പർ ആക്കി കൊടുക്കാം. ഒന്നുമില്ല. 2 വണ്ടിക്ക് ലോണ് നമ്മൾ ആക്കി കൊടുക്കണം. നിലവിൽ പുറത്തുനിന്നുള്ളതാണെങ്കിലും നമ്പർ 80%, 85% വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ആക്കി കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇന്നോവകൾ 3 ഉണ്ട് അല്ലേ വേറെ? എങ്ങനെ മോഡൽ കാര്യങ്ങൾ? ഇത് 2012 മോഡലാണ്. ഇതൊക്കെ പ്രൈവറ്റ് വണ്ടിയാണ്. അവിടെ നിന്ന് ടാക്സി ഓടിയ വണ്ടിയൊന്നുമല്ല, പ്രൈവറ്റ് വണ്ടിയാണ്. പക്കാ പ്രൈവറ്റ് വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ഫുള്ള് നമ്മൾ ഇവിടെ വന്നിട്ട് ഫുള്ള് പണിയെടുത്താണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ ഇത് നമ്മൾ 6 രൂപയ്ക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 6 രൂപ. ഒന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്, ഒന്നുമില്ല. ഇത് 2013 മോഡല് വി ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. 13 വി ആണ്. അതിൽ വീല് കാര്യങ്ങളൊക്കെ കമ്പനി വരും. റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ, സ്റ്റാരിംഗ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് 8 സീറ്റർ ആണല്ലോ വരുന്നത്. അതെ, 8 സീറ്റർ ആണ് വരുന്നത്. ഇത് നമ്പർ ആക്കിയ വണ്ടി കേട്ടോ. KL 10 നമ്പർ ആയി കിടക്കും. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തു, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. നമ്മൾ 8,10,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൊടുക്കാം. ഇത് 8 സീറ്ററാണ്. ഇത് 2012 മോഡൽ തന്നെയാണ്. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 6,25,000 രൂപ കൊടുക്കാം. 6,25,000 രൂപ കൊടുക്കാം. ഇത് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വേരിയന്റിൽ XL വേരിയന്റിലാണ്. അത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എക്സ്ട്രാ ചെയ്തതാണ്. കമ്പനി അലവിൽ ഇങ്ങനെ. ഇത് നമ്പറായ വണ്ടിയാണ്. പക്ഷേ കർണാടകയായിരുന്നു. അവിടെ ഇവിടെ ഒരാൾ ഉപയോഗിച്ച വണ്ടി. അവിടുത്തെ അഡ്രസ് ഒരാൾ ഉപയോഗിച്ചു, നമ്മുടെ നാട്ടുകാരെ ഉപയോഗിച്ചു. നല്ല ക്വാളിറ്റി ഉണ്ട്, ഒന്നുമില്ല. ഇത് ഓട്ടോ കാര്യം ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അല്ല, XL ആണ്. ഇത് നമുക്കൊരു 3,25,000 രൂപ ആസ്കി ഉണ്ട്. അത് ഫുള്ള് ലോൺ ആയിട്ട് കൊടുക്കാം. നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം.
അപ്പോൾ ഡീസൽ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഏകദേശം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ് മൈക്രോ ആറിന്. ഏകദേശം 23 മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മൈലേജ് 25 വരെ കിട്ടിയെന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 24 കിലോമീറ്റർ 25 കിലോമീറ്റർ നമുക്ക് കിട്ടിയോണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഡീസൽ വേരിയന്റിൽ അത്യാവശ്യം നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ വരാത്ത ഒരു അടിപൊളി വാഹനമാണ്. ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടാണ്. അപ്പോൾ വണ്ടികളൊക്കെ കണ്ടു. വണ്ടികൾ മാക്സിമം ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് വരും. ഈ വീഡിയോ തന്നെ ഇപ്പോൾ നമ്മൾ 2 പാർട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. എന്നാൽ തന്നെ നമ്മൾ 2 പാർട്ടാക്കിയിട്ട് മാക്സിമം ഇടാൻ നോക്കുക. 2 3 പാർട്ടാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാലുള്ളൂ ആളുകൾ കണ്ടിരിക്കുള്ളൂ. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വിട്ടുതരുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രണവേട്ടനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ മൂപ്പരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി ഒരുപാട് വണ്ടികളുടെ ഒക്കെ കളക്ഷനുകളൊക്കെ ആയിട്ടും ഒരുപാട് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് തിരുത്തേണ്ടത്. നിങ്ങളാണ് നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നേരിട്ട് കാണുമല്ലോ നേരിട്ടും പറയാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. നമ്മളെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, ഇത് നമ്മളെ സ്ഥാപനം തന്നെയാണ്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പുന്നക്കാടിലാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.